എന്തെടുക്കാ രാജേട്ടാ? ആവശ്യമുണ്ട് പോലെ. ഞാന് വേറൊരു സാധനം ഇവിടെ എവിടെയോ കൊണ്ടുവച്ചു. എവിടെയാണെന്നാണ്? എവിടെയാണോ? കിട്ടി കിട്ടി. ഇവിടെ ഇവിടെ കിട്ടി മോളെ, കിട്ടി. ഗുളിയ. രാജേട്ടൻ എന്തിനാ ഗുളിയ? അയ്യേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ. മുമ്പ് ഒരിക്കൽ പനിയും ഞെട്ടലും പനിയും തലവേദനയൊക്കെ വന്നപ്പോഴേ ഒട്ടും ഉറക്കമില്ലായിരുന്നു. അപ്പോഴെനിക്ക് ഡോക്ടർ തന്നതാ ഉറക്കക്കുളിയ. ഇത് 2 അകത്തേക്ക് പോയാ നേരം വെളുക്കുന്നവരെ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതിനാണ് ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എനിക്ക് മരുന്ന് കഴിച്ച് ഉറക്കമൊന്നും വേണ്ട. അതിന് മോളോട് കഴിക്കാൻ ആരാ പറഞ്ഞേ? മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒടി ഉളിയ സൂപ്പറാ. ഒരു സ്പൂൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അതായിരിക്കുന്നു ഇതിനടുത്ത് മോളെ. അല്ല, രാജേട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇതെന്തിനാ? ആർക്ക് കൊടുക്കാനാ? മോക്ക് സൂര്യസാറിന്റെ അടുത്ത് പോണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മുറിയുടെ പുറത്ത് കിടക്കുന്ന വിജയ് സാറില്ലേ, ആ കാവൽക്കാരനെ ഉറക്കണം. 2 ഗുളിക ഉള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങും. കലങ്ങിയില്ലേ? ഉറങ്ങിക്കോട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. വേണ്ട രാജേട്ടാ, ഉറക്ക ഗുളിയൊക്കെ കൊടുത്താ പിന്നീട് അത് വലിയ പ്രശ്നമാവും. മോളെ, മോക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ മോള് കൊടുക്കണ്ട. എനിക്കൊരു കുറ്റബോധവും ഇല്ല. ഇനിയിപ്പോ ഇത് കഴിച്ചതിന്റെ പേരിൽ വിജയ് സാറ് ചത്തുപോയാലും കുറ്റബോധത്തിന്റെ കാര്യമൊന്നുമില്ല. ചാവാനുള്ള കുഴപ്പങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ കുറേ ചെയ്തു വച്ചിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരിക്കും രാജേട്ടാ. അതെ, മോക്ക് സൂര്യ സാറിനെ കാണണമെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞാനിത് വിജയ് സാറിന് കൊടുക്കും. എനിക്ക് കാണണ്ടെങ്കിൽ പിന്നെ കൊടുക്കുന്ന എന്തിനാ? ഏതായാലും ഇത് ഞാൻ കലക്കിയെടുത്തു. ഇനി ഇത് വേസ്റ്റ് ആക്കാൻ ആർക്കും പറ്റില്ല. അങ്ങേര് കുടിച്ചിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങട്ടെ. ശാപം. ഓക്കെ, മോള് പേടിക്കണ്ട മോളെ. മോള് പറഞ്ഞ ആഗ്രഹം ദേ ഈ രാജുവട്ട സാഹചര്യം. പോയിട്ട് വരാം. ഈശ്വര, ഒരു കുഴപ്പമുണ്ടാകല്ലേ. ഒന്ന് ഉറങ്ങി വരുമ്പോ നണ്ടിനി നണ്ടിനി. ഇത് മതിയാവോ? ടാങ്ക് പോലെ കിടക്കയല്ലേ? കേട്ട് കേട്ട് ചെവി പൊട്ടുന്നു. ഏത് സമയത്ത് ഇവിടെ വന്ന് കിടക്കാൻ തോന്നിയോ എന്തോ. അയ്യോ, എത്ര ദിവസമായി ഒന്ന് ഇന്ദ്രജയുടെ അടുത്ത് കിടന്നിട്ട്. സാറേ, വിജയ് സാറേ. നമസ്കാരം സാർ. എന്ത്? പാല് കുടിക്കും സാർ. പാലോ? സാറ് സൂര്യ സാറിനെ കാവലിരിക്കയല്ലേ? ഉറക്കം കിട്ടാതിരിക്കുമ്പം നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? ഇത് കുടിച്ചാൽ എല്ലാം ശരിയാവും സാർ. എനിക്ക് പാല് കൊണ്ടുവരാൻ ഇന്ദ്രജ പറഞ്ഞോ? ഇല്ല സാർ. ആന്റി പറഞ്ഞോ? ഇല്ല സാർ. പിന്നെ നിനക്ക് തോന്നിയോടാ? സത്യം പറ, നീ ഇതിനകത്ത് എന്താ ചേർത്തിരിക്കുന്നേ? അയ്യോ സാറേ, ഒന്നുമില്ല സാറേ. പെട്ടെന്ന് നിനക്ക് അവിടെ നടാ എന്നോട് ഇത്ര സ്നേഹം പൊട്ടിമുളച്ച്? എനിക്ക് പണ്ടേ സാറിനോട് ഭയങ്കര സ്നേഹമല്ലേ സാറേ? ഓ, അത് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. സാറേ, എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാവരുടെ സ്നേഹവും കടപ്പാടും ഉണ്ട് സാറേ. പിന്നെ
ഇതുപോലുള്ള അവസരം കിട്ടിയാലേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുള്ളൂ.